ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0. നമ്മൾ ഈ വീഡിയോ +2 അക്കൗണ്ടൻസിലെ 2 മാർക്ക് പ്രോബ്ലം ആണ് നോക്കുന്നത്. ഷുവറായിട്ട് നമുക്ക് വരാവുന്ന ഒരു 3 എണ്ണം ഉണ്ട് ക്വസ്റ്റ്യൻസ് കേട്ടോ. അതിലെ 3 ക്വസ്റ്റ്യൻസും 2 മാർക്കിന് തന്നെയാണ് നമുക്ക് ചോദിക്കുള്ളൂ. അതിപ്പോൾ AFS കുട്ടികൾക്കാണെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡുകാർക്കാണെങ്കിലും നമുക്ക് 2 മാർക്കിനാണ് ചോദിക്കാറ്. ഓണപരീക്ഷ സ്പെഷ്യലാണ്. നമ്മൾ 5 മാർക്കിൻ്റെ വീഡിയോ ഇതെപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് തൊട്ട് പിന്നാലെയാണ് 2 മാർക്കിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യനും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ബേസ് അറിയാത്ത കുട്ടികളുണ്ടാവും. അതായത് +2 അക്കൗണ്ടൻസിയുടെ ഒരു ബേസ് അറിയാത്തവർ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വിത്ത് ആൻസറും പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ അതാ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം മുതലേ A to Z പറയാനുള്ള ടൈം നമുക്കില്ല, കാരണം നാളെ എക്സാം ആണല്ലോ. സോ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ എങ്ങനെ ചെയ്യാം അത് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2 മാർക്കിനെ +2 അക്കൗണ്ടൻസിലെ ഫസ്റ്റത്തെ 2 പാഠങ്ങളിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ വരും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ 2 മാർക്കിന് വരും. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ. ഇതിലെ ഈ ന്യൂ റേഷ്യോ 3 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ന്യൂ റേഷ്യോ നമുക്ക് പല ടൈപ്പ് ഉണ്ട് അല്ലേ, പല ടൈപ്പിൽ നമുക്ക് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ 2 മാർക്കിന് വരാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ വീഡിയോയുടെ തൊട്ട് പിന്നാലെ നമ്മൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആ ന്യൂ റേഷ്യോയുടെ മറ്റ് ടൈപ്പ്, അതായത് ഒന്നും കൂടി കുറച്ചുകൂടി വലിയൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൽ കിടക്കാം. ഫസ്റ്റ് വൺ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. A and B are partners in the ratio of 2:1. 2 partners ഉണ്ട്, 2:1 ആണ് അവരുടെ റേഷ്യോ. Their capital is on 1st April 2023 were Aയുടെ 50,000. On 1st January 2023, B introduced additional capital of ₹10,000. Then interest on capital 10% per annum ആണ്. നമ്മളെ ബുക്സ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ക്ലോസിംഗ് ഡേറ്റ് 31 മാർച്ചാണ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റ് 1 ഏപ്രിൽ ആയിരിക്കും. നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തരും. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടാവും. അതിൻ്റെ മേലെ 10% നമ്മൾ കണ്ടുപിടിക്കണം. അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഡേറ്റ് നമ്മൾ നോക്കുക. ഇതിൽ അഡീഷണൽ ക്യാപിറ്റൽ 1 ജൂലൈയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ പിന്നീട് അവിടുന്ന് ഇപ്പോൾ ഈ 10,000 റുപ്പീസ് എത്ര മാസം ഉണ്ട് അഡീഷണൽ ക്യാപിറ്റൽ? ജൂലൈ മുതൽ നമുക്ക് മാർച്ച് വരെയുണ്ട്. അപ്പോൾ അവിടെ എത്ര മാസം ഉണ്ടാവും? 9 മാസം ഉണ്ടാവും. 9 മാസം എന്ന് പറയുമ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് കണ്ടോ 9 മാസം. ജൂലൈ 1-നാണ്, അതുകൊണ്ട് ജൂലൈ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ 9 മാസത്തിന് അവിടെ കണ്ടുപിടിക്കണം. എന്തുമേ? 10,000. ദെൻ ആളുടെ ഫസ്റ്റത്തെ ക്യാപിറ്റൽ 40,000 ആണ്. അപ്പോൾ 40,000 ഇൻറ്റു 10% 1 വർഷത്തിന് ഓൾറെഡി കണ്ടുപിടിക്കണം. 9 മാസത്തുമേ 10,000 കണ്ടുപിടിക്കണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് ആരുടെ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആവുള്ളൂ? ബിയുടെ ആവുള്ളൂ. ഇതിൽ അഡീഷണൽ ക്യാപിറ്റലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതേപോലെ തന്നെ നമുക്ക് ഡ്രോയിങ്സ് വരാം. ഇപ്പോൾ 10,000 അഡീഷണൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് പകരം 1 ജൂലൈയിൽ 10,000 റുപ്പീസ് പിൻവലിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെ കാണാം? ആ 10,000 നമുക്ക് ഇതേപോലെ 6 മാസത്തെ 10,000ന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ട് ലെസ് ചെയ്യാം. അഡീഷണൽ ഇൻക്ലൂഡ് ചെയ്ത് ആഡ് ചെയ്യുക, ഡ്രോയിങ്സ് വന്നാൽ ലെസ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെ അല്ലാത്ത കുട്ടികൾക്ക്, വേറെ മൈൻഡിൽ ചിന്തിക്കുന്ന കുട്ടികൾ എങ്ങനെയാണെന്നറിയോ, അവര് 40,000 രൂപ ജൂലൈ വരെ നോക്കും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 30,000 ബാക്കി 9 മാസം അങ്ങനെയും കാണാം. അപ്പം നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര മാസത്തിനുണ്ടായിരുന്നു, കൊല്ലത്തിനുണ്ടായിരുന്നു എന്ന് കണക്കാക്കാം. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ട്, എയും ബിയും. 2 പേർക്കുള്ളത് എങ്ങനെയാണ് കാണാന്ന് വെച്ചാൽ, ആദ്യത്തിൽ ഇപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബി മാത്രമാണ്. അപ്പം നമുക്ക് ആരുടെ മാത്രം കണ്ടാൽ മതി? നമ്മുടെ എയുടെ ഫുള്ള് കാണുക അല്ലെ. നമ്മൾ ആദ്യം എയുടെ കണ്ടുപിടിക്കാം. എ ബി 2 പാർട്ട്നേഴ്സ്. നമുക്ക് ആദ്യം എയുടെ കണ്ടുപിടിക്കാം. എയുടെ ക്യാപിറ്റൽ എത്രയാണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 50,000 ആണ്. 50,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ് വരിക? 50,000 ഇൻറ്റു 10%. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എത്ര രൂപ കിട്ടി? 5,000 റുപ്പീസ് കിട്ടി. എക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൾക്ക് ആ 5,000 റുപ്പീസ് ഒരു വർഷം അയാൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ബിയുടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ബിയുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് 40,000 റുപ്പീസ് ആണ് ബിയുടെ. ഈ 40,000 റുപ്പീസിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ആദ്യം, ഈ 40,000 അയാൾക്ക് എത്ര വർഷം ഉണ്ട്? ഒരു വർഷം കംപ്ലീറ്റ് ഉണ്ട്. ഇൻറ്റു 10% എത്ര കിട്ടി? 4,000 റുപ്പീസ്.
ഇതിലാർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നത്. കാരണം 40,000 റുപ്പീസ് ആൾക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. അത് കഴിയണ വരെ അതുണ്ട്. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ്? 10,000 ആണ്. അത് ഓൺ ജൂലൈ ഫസ്റ്റിനാണ്. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുക? 10,000 ഇൻറ്റു 10%. ഇത് എത്ര മാസമുള്ളൂ? ജൂലൈ മുതൽ മാർച്ച് വരെ. മാർച്ച് നമുക്ക് എങ്ങനെ കിട്ടിയ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. എപ്പോഴാണ്? 9/12, 9 മാസത്തിന്. അപ്പൊ നമ്മൾ 9 മാസത്തിന് 10,000 റുപ്പീസ് അപ്പോഴല്ലേ നമുക്ക് വന്നിട്ടുള്ളൂ. 9 മാസത്തിന് നമ്മളത് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് 750 റുപ്പീസ് കിട്ടും. ഇത് രണ്ടുമാണ് ആളുടെ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് മുതൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് വരെ. ഇവിടെ ഇപ്പൊ നമുക്ക് ജൂലൈ മന്ത് മുതൽ മാർച്ച് വരെ 9 മാസത്തിന്. ഓക്കെ, ഇനി ഡ്രോയിങ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഡ്രോയിങ്സ് ഇതിപ്പോൾ നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ ആണ്. ഇനി ഇത് ഡ്രോയിങ്സ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നീട് ആ 10,000 അവിടെ ഇല്ല. ഇപ്പം ഈ 10,000 വിഡ്രോ ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്യുക. അത്രയും എമൗണ്ട് ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. കാരണം ആ 10,000 രൂപ പിന്നീട് ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഇൻട്രസ്റ്റ് നമുക്കൊന്ന് ലെസ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ പകുതി എത്ര ക്യാപിറ്റൽ ഉണ്ടായിരുന്നോ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി. ഓക്കെ, ഡ്രോയിങ്സും അഡീഷണൽ ക്യാപിറ്റലും ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് വില്ലന്മാരായിട്ട് വരാറ്. ഓക്കെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നല്ല എളുപ്പമല്ലേ? നമ്മൾ മന്ത് മാത്രം നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജയ ലളിത ആർ പാർട്ട്നേഴ്സ്, പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. They admit Janaki as a new partner. The new ratio is 3:2:1. Calculate sacrificing ratio. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ആർക്കാണ് ഇവിടെ സാക്രിഫൈസിങ് ഉണ്ടാവുക? ജയയ്ക്കും അതുപോലെ തന്നെ ലളിതയ്ക്കുമാണ് സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ടാവുള്ളൂ. കാരണം അവരാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അവരുടെ സാക്രിഫൈസിങ് ഷെയർ കണ്ടുപിടിക്കാമല്ലോ. ആദ്യം നമുക്ക് ജയയുടെ കണ്ടുപിടിക്കാം. ജയയുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 3/5 ആണ്. ന്യൂ ഷെയർ എന്ന് പറയുന്നത് 3/6 ആണ്. അപ്പൊ ഓൾഡ് ഷെയറിൽ നിന്ന് ന്യൂ ഷെയർ മൈനസ് ചെയ്യാം. ലളിതയുടെയും അങ്ങനെ തന്നെയാണ്. ലളിതയുടെ 2/5 നിന്ന് 2/6 മൈനസ് ചെയ്യാം. ഇതെങ്ങനെ ഇനി മൈനസ് ചെയ്യും? നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കി കഴിഞ്ഞാലാണ് മൈനസ് ചെയ്യാൻ എളുപ്പമുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ വലിയ സംഖ്യ 5, 6, ഇതിൽ വലിയ സംഖ്യ 6 ആണ്. നമുക്ക് ഒരിക്കലും 6നെ രണ്ടും 6 ആക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യുക, ഒപ്പം മേലെ ഇൻറ്റു ചെയ്യുക. ഈ 5 കൊണ്ട് ഇവിടെയും ഇൻറ്റു ചെയ്യുക, മേലെ ഇൻറ്റു ചെയ്യുക. എന്തിനാണെന്നറിയോ നമ്മളിങ്ങനെ ചെയ്യുന്നത്? നമ്മളിങ്ങനെ ചെയ്യുന്നത് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ. സോ 18 ഡിവൈഡഡ് ബൈ 30 മൈനസ് 15 ഡിവൈഡഡ് ബൈ 30. ഇപ്പൊ നോക്കിയേ, നമുക്ക് എന്ത് കിട്ടി? ഡിനോമിനേറ്റർ സെയിം ആയി. ഡിനോമിനേറ്റർ സെയിം ചെയ്താൽ 18 15 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇൻറ്റു 6 ഇൻറ്റു 5 ആൻഡ് ഇൻറ്റു 5 നമുക്ക് 12/30 മൈനസ് 10/30 വരും. ആൻസർ ഈസ് 2/30 വരും. അപ്പോൾ റേഷ്യോ ആയിട്ട് കാണുമ്പോൾ 3/30 ഈസ് 2/30 വരും. 30 പോയാൽ 3:2 ആണ് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ. നമുക്കറിയാമല്ലേ, ഓൾഡ് റേഷ്യോ ഈക്വൽ ടു സാക്രിഫൈസിങ് റേഷ്യോ. ഓൾഡ് റേഷ്യോ 3:2 ആണ്, നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ 3:2 ആണ്. അതിങ്ങനത്തെ റേഷ്യോ ആണെങ്കിൽ കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾഡ് ഷെയറിൽ നിന്ന് ന്യൂ ഷെയർ മൈനസ് ചെയ്യുക. ഇതായിരുന്നു അവളുടെ ഓൾഡ് ഷെയർ, ഇത് ന്യൂ ഷെയർ ആയിരുന്നു. ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ഡയറക്റ്റ് മൈനസ് ചെയ്യാം. 2 മാർക്കിന് എത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് വരാറ്. സാക്രിഫൈസിങ് റേഷ്യോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇത് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനുള്ളതാണ്. ഇവിടെ ന്യൂ പ്രോഫിറ്റ് ഇൻ ഷെയറിംഗ് റേഷ്യോ ഇവിടെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്കിവിടെ തന്നിരിക്കുന്നത് എ ആൻഡ് ബി ആർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ 3:1. എയും ബിയും 3:1 ഷെയർ ചെയ്തത്. സി അഡ്മിറ്റഡ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ് ഫേം ഫോർ 1/4 ഷെയർ. അതായത് അവർ 1/4 ഷെയറിന് പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. വിച്ച് ഈ ലൈൻ നോക്കാം. വിച്ച് ഹി അക്വയേഴ്സ് ഈക്വലി ഫ്രം എ ആൻഡ് ബി. ആ 1/4 കിട്ടുന്നത് ഈക്വലി ഫ്രം ആരുടെ കയ്യിൽ നിന്നാണ്? എയുടെ കയ്യിൽ നിന്നും ബിയുടെ കയ്യിൽ നിന്നുമാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എത്രയെന്ന് അറിയണം നമുക്ക്. അതായത് ഈ 1/4 ഹാഫ് ഷെയർ, 1/4 ഹാഫ് ഷെയർ എത്രയാണെന്ന് അറിയാം. 1/4 ഹാഫ് ഷെയർ എന്ന് പറയുന്നത് 1/8 ആണ്.
ഈ 1/8 അതുപോലെ തന്നെ 1/8 ഈ 1/8 ഒന്ന് എയിൽ നിന്നും ഒന്ന് ബിയിൽ നിന്നുമാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ന്യൂ ഷെയർ ആയ ന്യൂ ടീമിന് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ സിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആളുടെ ഷെയറിൻ്റെ ഹാഫ് പോർഷൻ അത് നന്നായി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പുതിയ ആളുടെ ഹാഫ് പോർഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഈ ഹാഫ് പോർഷൻ കിട്ടുന്നത് എയുടെ ഷെയറിൽ നിന്നും ബിയുടെ ഷെയറിൽ നിന്നാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ന്യൂ ഷെയർ ആണ്. ഇനി എയുടെയും ബിയുടെയും ന്യൂ റേഷ്യോ നമുക്ക് തന്നിട്ടില്ല. ഇവരുടെ രണ്ട് പേരുടെയും ന്യൂ ഷെയർ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, ഇവരുടെ ഓൾഡ് ഷെയറിൽ നിന്ന് അവര് ഷെയർ ഗിവൺ ടു സി അല്ലെ, അവര് ആർക്ക് കൊടുത്തിട്ടുണ്ടാവാം, നമ്മുടെ പുതിയ പാർട്ട്ണർക്ക് ഷെയർ കൊടുത്തിട്ടുണ്ടാവാം. അപ്പൊ എനിക്ക് ഇതിന്റെ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാന്ന് വെച്ചാൽ, എനിക്കിപ്പോ ഇത്ര ഒരു കേക്ക് ഉണ്ടായിരുന്നു, ഇതിന് ഞാൻ പകുതി ഭാഗം പുതിയ ആൾക്ക് കൊടുത്തു. അപ്പൊ ബാക്കി എനിക്ക് എത്രയുണ്ട്, ഇതെന്റെ ന്യൂ റേഷ്യോ ആണ്. സെയിം അതേ സംഭവം തന്നെ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. 3 പേരും തമ്മിലുള്ള ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതിൽ ഒരാളുടെ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആരുടെയാണ്? 1/4. 1/4 ഷെയർ ഈസ് ഈക്വലി ഫ്രം ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്, എയിൽ നിന്നും ബിയിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് 1/8 ഭാഗം എയിൽ നിന്നും 1/8 ഭാഗം ബിയിൽ നിന്നും. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആദ്യം എയുടെയും ബിയുടെയും ഷെയർ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ആദ്യം എയുടെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാം. എസ് ന്യൂ ഷെയർ, അതുപോലെ ബീസ് ന്യൂ ഷെയർ. ഇപ്പൊ എയുടെ ന്യൂ ഷെയറും ബീസ് ന്യൂ ഷെയറും നമുക്ക് എങ്ങനെ കിട്ടുന്നത്, അവരുടെ ഓൾഡ് ഷെയറിൽ നിന്ന് അവരെ ഗിവൺ ടു സി, അവരെത്ര ഗിവൺ ടു സി സിക്ക് അവരെത്ര കൊടുത്തിരിക്കുന്നത്, 1/4 ഹാഫ് പോർഷൻ, അതായത് 1/8 ആണ് ഈ ഗിവൺ ടു സി എന്ന് പറയുന്നത്. അപ്പൊ എയുടെ ഷെയർ എത്രയായിരിക്കും, എയുടെ ഓൾഡ് ഷെയർ 3/4 ആണ്. ഇവരുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരുന്നു. സോ 3/4 നിന്ന് ഇത് ഗിവൺ 1/8 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഇവരുടെ ന്യൂ ഷെയർ കിട്ടും. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എളുപ്പമാണല്ലോ. ഇതിനെ നമുക്ക് 8 ആക്കി കൂടെ, ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 8 ആക്കാൻ പറ്റും നമുക്ക്. അപ്പൊ രണ്ട് സൈഡും അടിയിലും മേലെ നമ്മൾ ഇൻറ്റു 2 ചെയ്യണം കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്ക് 8ലേക്കാണ് എത്തിക്കേണ്ടത്. സോ 6/8 മൈനസ് 1/8 ഈക്വൽ ടു 5/8 കിട്ടി. ഇനി ഇതേപോലെ ബിയുടെ കാണണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, ബിയുടെ 1/4 മൈനസ് 1/8 ഇതേപോലെ 2 ചെയ്യുക. അപ്പൊ നമുക്ക് 2/8 മൈനസ് 1/8 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് 2 മൈനസ് 1 1/8 കിട്ടി. ഇത് എയുടെ ഷെയർ 5/8, ബിയുടെ ഷെയർ 1/8. ഇനി സിയുടെ ഷെയർ എത്രയായിരുന്നു, സിയുടെ ഷെയർ 1/4 ആയിരുന്നു അല്ലെ. നമുക്ക് ഇവരുടെ 3 പേരെ ഷെയർ ഒരുമിച്ച് എഴുതിക്കൂടെ, A:B:C, 5/8 1/8 1/4. ഇതിൽ ഇനി നമുക്ക് സിയുടെ 1/4 ഇവരുടെ ഒപ്പം ആക്കണം അല്ലേ. അപ്പൊ നമ്മൾ ഇൻറ്റു 2 ചെയ്യുക, അപ്പൊ 2/8 കിട്ടും സിയുടെ. അപ്പോൾ 5/8 1/8 2/8. ഈ 8കളെല്ലാം പോയി കഴിഞ്ഞാൽ 5:1:2 ആയി ന്യൂ റേഷ്യോ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടിയും പറഞ്ഞുതരാം കേട്ടോ. അതായത് ഈക്വലി ഫ്രം, ഇപ്പൊ ഒരാളുടെ ഷെയർ തന്നിട്ട് ദാറ്റ് ഈസ് ഹി അക്വയേഴ്സ് ഈക്വലി ഫ്രം എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ഷെയറിന്റെ ഹാഫ് പോർഷൻ എത്രയെന്ന് ആദ്യം കണ്ടുപിടിക്കണം. നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് 1/2 മൈനസ് ചെയ്യരുത്. ഈക്വലി എന്ന് പറയുമ്പോൾ 1/2 ആണ്, പക്ഷെ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഷെയറിന്റെ 1/2 ഭാഗം ഒരാളുടെ, അപ്പോൾ 1/8 ഒരാളുടെ 1/8 ഒരാളുടെ കിട്ടി. അപ്പോൾ നമ്മൾ പറയില്ലേ, അതിൻ്റെ എന്ന് പറയുന്നത് ഇൻറ്റു ആണ്, അതായത് 1/4 ഹാഫ് പോർഷൻ. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ പറയുന്ന ടേം നമ്മൾ സൈൻ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് 1/8. ഇനി ഇവരുടെ ന്യൂ ഷെയർ കണ്ടുപിടിക്കണമെങ്കിൽ ഓൾഡ് ഷെയർ എത്രയായിരുന്നു അതിന് അവർ കൊടുത്ത ആൾക്കുള്ള ഷെയർ മൈനസ് ചെയ്താൽ മതി. സോ 3/4 മൈനസ് 1/8 മൈനസ് ചെയ്തപ്പോൾ എയുടെയും ബിയുടെയും കിട്ടി. സിയുടെ ഓൾറെഡി ഗിവൺ, അത് ഇവരുടെ കൂടെ ഒപ്പാക്കി ഇട്ട് നോക്കുമ്പോൾ സിക്ക് എന്തുണ്ട്, ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നമ്മൾ ചെയ്തു, ഇൻറ്റു 2 ചെയ്തപ്പോൾ അത് ഓക്കെ ആയി. കണ്ടോ, ഇങ്ങനെയാണ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക. ഇത് ഏത് ടൈപ്പാണ്, ഈക്വലി കൊടുത്തു എന്ന് പറയുന്ന ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് വരുന്നത്.
വേറൊരു മെത്തേഡ് നമുക്ക് 3 മാർക്കിലേക്കാണ് പോവാറ്, നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. സോ എല്ലാവരും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇപ്പം തന്നെ പഠിച്ച് സെറ്റാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.